ഹലോ, നമുക്കിന്ന് ചെറുപയർ പരിപ്പും മുരിങ്ങയില കറി ഉണ്ടാക്കാം. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന മുരിങ്ങയില അന്ന് ഞാൻ മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയ മുരിങ്ങയിലയാണ്, അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇതേ പാത്രം നേരെ ഒരു കവറിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ വിസിലൊക്കെ ഇട്ടു. ഇനി അത് ആറാൻ വെച്ചു. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അരച്ചെടുക്കാം. തേങ്ങ ഇട്ടു, അതിലേക്ക് ഒരു പച്ചമുളക്, 3 വെളുത്തുള്ളി, ജീരകം, പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ടാണ് ആ പ്രഷർ കുക്കറിന്റെ മുകളിൽ അധികം തെറിക്കാഞ്ഞത്, അല്ലെങ്കിൽ ചുറ്റുപാടും തെറിച്ചേനെ. പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ഇട്ടു, കാരണം ഉപ്പ് കുറവാണെന്ന് തോന്നി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കണം, എന്നാൽ അതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് മുരിങ്ങയിലയും കൂടെ ഇട്ട്, ഇനി ആ മുരിങ്ങയില വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി.